ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമാണുള്ളത്. നമ്മളെല്ലാം വ്യത്യസ്ത തരക്കാരുമാണ്. എന്നാൽ ജനിച്ച സമയം, കൂറ്, നാഴിക, മിനാഴിക എന്നിവയെല്ലാം നോക്കിയാണ് നക്ഷത്രം പറയുന്നത്. ഈ നക്ഷത്രക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ, സ്വഭാവം, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഓരോ രാശിക്കാരിലും ഓരോ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ നക്ഷത്രക്കാരിലും. ഇന്ന് അത്തം നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് നമുക്ക് നോക്കാം. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത സൂര്യൻ, മൃഗം പോത്ത്, വൃക്ഷം അമ്പഴം, ഗണം ദേവഗണം, യോനി സ്ത്രീ, പക്ഷി കാക്ക, ഭൂതം അഗ്നി എന്നിവയാണ്. ഇതിലെല്ലാം ചില പ്രത്യേക സ്വഭാവക്കാരുണ്ട്. സ്ത്രീ പുരുഷന്മാരിൽ അത്തം നക്ഷത്രക്കാരുണ്ടാവും. എന്നാൽ ഇതിലെ പ്രത്യേകതകളും സമ്പൂർണ്ണ ഫലവും എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നോക്കാം. നക്ഷത്രക്കാരിൽ ചില പൊതു സവിശേഷതകളും ഉണ്ട്, അതും നോക്കാം. സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും അത്തം നക്ഷത്രക്കാർ. ഐശ്വര്യം, കുലീനത എന്നിവ ഉള്ളവരായിരിക്കും ഇവർ. ചൊല്ല് തന്നെ പെണ്ണത്തം പൊന്നത്തം എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ വളരെയധികം ഭാഗ്യം ചെയ്തവരായിരിക്കും. സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അവരുടെ വാക്കുകൾ കേൾക്കുന്നതിനും പലരും ഉണ്ടാവുന്നുണ്ട്. വിദ്യാസമ്പന്നരും കലാപരമായ പ്രവർത്തനങ്ങളിലും ഇവർ എപ്പോഴും മുന്നിലായിരിക്കും. അധ്വാനശീലരായ ഇവരുടെ ജീവിതം വളരെയധികം മുന്നിലേക്ക് പോകുന്നുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം ഇവരുടെ കൈപ്പിടിയിലാവുന്നുണ്ട്. കരകൗശല ബുദ്ധി ഇവരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനും ഇവർക്ക് സാമർഥ്യമുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ അല്പം സൂക്ഷിക്കേണ്ടതുണ്ട്. അധികാരത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇവർ മറ്റുള്ളവരോട് അല്പം അധികാരത്തോടെ പെരുമാറുന്നതിന് എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആത്മനിയന്ത്രണമുള്ളവരായിരിക്കും ഇവർ. തൊഴിലുകളിൽ ശോഭിക്കുന്നവരായിരിക്കും ഇവർ. എങ്കിലും ഇവരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. കരകൗശല ബുദ്ധിയാണ് ഇവരുടെ പ്രത്യേകത. സ്നേഹം പ്രകടിപ്പിക്കാതെ ജീവിക്കുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇവരെ ശാസിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും ധൃതിയുള്ളവരായിരിക്കും ഇവർ എന്ന കാര്യത്തിലും സംശയം വേണ്ട. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. ധൃതിയിലും ആവേശത്തോടെയും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇവർ. കുടുംബത്തിന് ആയിരിക്കും പ്രാധാന്യം നൽകുന്നത്. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരുമായിരിക്കും ഇവർ. ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ ആയിരിക്കും. ദേഷ്യം വന്നാൽ എടുത്തടിച്ച പോലെ മറുപടി നൽകുന്നവരുമായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനുശേഷം ഇവരിൽ കുറ്റബോധം ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ശുദ്ധഗതിക്കാരായിരിക്കും. എന്ത് കാര്യം നടക്കില്ല എന്ന് വിചാരിക്കുന്നുവോ അതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവർ അങ്ങേയറ്റം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ഞാനാണ് എന്ന വിചാരം ഉണ്ടാവും ഇവർക്ക്. ക്ഷമാശീലവും തന്നിഷ്ടവും ഇവരുടെ ഗുണവും ദോഷവുമാണ്. ഏത് കാര്യത്തിനും തങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദോഷങ്ങളിൽ ചെന്ന് ചാടുന്നതിനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് മടിയില്ലാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും. എന്നാൽ പലപ്പോഴും ഇവർക്ക് അതിൻ്റെ ഫലം ലഭിക്കാൻ ഇരട്ടി സമയമെടുക്കുന്നു. രോഗപീഠയ്ക്ക് ഇരയായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവം ഇവരിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പല വിധത്തിലുള്ള തോൽവികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം അശ്രദ്ധ ഇവരിൽ ഉണ്ടാവുന്നുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്തുകൊണ്ടും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിൽ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യാത്രകളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. വിട്ടുവീഴ്ചയോ മനോഭാവം കാണിക്കുന്നത് മറ്റുള്ളവർ മുതലെടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരായിരിക്കും ഇവർ. സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ വിധേയത്തിൽ നിൽക്കുന്നതിനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. ശത്രുക്കളെ വരെ സഹായിക്കുന്നതിനുള്ള മനോഭാവം ഇവരിലുണ്ട്. സർക്കാർ ജോലിക്കുള്ള സാധ്യതയുണ്ട്. നല്ല ഓർമ്മശക്തി ഇവരിലുണ്ടാകും. കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുന്നവരല്ല ഇവർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.